ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അളയ വർമ്മ സാറിന്റെ പി ആയിട്ടല്ല, ഒരു നാലാംകിട ജോലിക്കാരോട് കാണിക്കുന്നതിനേക്കാൾ ക്രൂരമായും വെറും നികൃഷ്ടമായാണ് അംബികയും മകനും അളിയനെ കൊണ്ട് ആ വീട്ടിലെ പണിയൊക്കെ ചെയ്യിപ്പിച്ചത്. നമുക്ക് അവരോട് പകരം വീട്ടിലളിയ അളിയ അളിയൻ എത്രയൊക്കെ മസിൽ പിടിച്ചാലും എന്തൊക്കെ വാദങ്ങൾ നിരത്തിയാലും ശരി, അളിയന്റെ ഉള്ളിന്റെ ഉള്ളില് മാഡത്തോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടാവുമെന്ന് എനിക്കെന്നല്ല, അളിയനെ മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാം. അളിയ ഈ ആദർശ ചിന്താഗതിയൊക്കെ മാറ്റി പിടിക്കേ. ഇത് 90 കാലഘട്ടമല്ല അളിയ, വർഷം 2025. ഇവളെന്തിനിപ്പ എന്നെ വിളിക്കുന്നേ? ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? ആ റോഷിനി, ഞാനേ രാജുവിന്റെ വീട്ടിലേക്ക് പോവാ. പിന്നെ അവിടെ എന്താ നടക്കുന്നെന്ന് എനിക്ക് അറിയണ്ടേ? ഇല്ല, ദീപകുമായിട്ടുള്ള ഋതികയുടെ വിവാഹം മുടങ്ങി. ആ എന്റെ റൂട്ട് ക്ലിയർ ആക്കണ്ടേ? നീ ഫോൺ വെച്ചേ, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. അളിയ ദീപക്കുമായിട്ടുള്ള മാഡത്തിന്റെ വിവാഹം മുടക്കാൻ കാണിച്ച പവർ ഉണ്ടല്ലോ, അത് എന്നെ മുമ്പോട്ട് കാണിച്ചാ മതി. അളിയന്റെ മനസ്സിൽ ഋതിക മേഡത്തോട് പ്രണയമുള്ളതുകൊണ്ട് മാത്രമാണ് അളിയൻ ദീപക്കിന്റെ വികൃതമായ മുഖം എല്ലാവരുടെയും മുമ്പിൽ തുറന്നു കാണിക്കാൻ ശ്രമം നടത്തിയത്. അളിയൊന്ന് ഉഷാറായിട്ട് നിന്നാ മതി. ഋതിക മേഡത്തെ അളിയനെ ഒന്നിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റളിയ. അത് ശരി, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. എന്താ അളിയൊന്നും പറയാത്തെ? ഞാൻ പറഞ്ഞ അളിന് മനസ്സിലായില്ലേ? എല്ലാം ഓക്കെ അല്ലേ? എനിക്ക് മനസ്സിലായി അളിയ. അളിയൻ ചെല്ല, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. സമാധാനമായിട്ടൊന്ന് ഉറങ്ങിയിട്ട് 2-3 ദിവസമായി. ഞാനൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അളിയ റെസ്റ്റ് ചെയ്തു. അളിയ വർമ്മ സാറിന്റെ പി ആയിട്ടല്ല, ഒരു നാലാംകിട ജോലിക്കാരോട് കാണിക്കുന്നതിനേക്കാൾ ക്രൂരമായും വെറും നികൃഷ്ടമായാണ് അംബികയും മകനും അളിയനെ കൊണ്ട് ആ വീട്ടിലെ പണിയൊക്കെ ചെയ്യിപ്പിച്ചത്. നമുക്ക് അവരോട് പകരം വീട്ടിലളിയ. വേണ്ടത് എന്താന്ന് വെച്ചാ നമുക്ക് ചെയ്യാം. അളിയനിപ്പ ചെല്ല. ശരി അളിയ. ചേട്ടാ, ഞാൻ തന്ന കാശും മേടിച്ച് പോക്കറ്റിലിട്ട് ചേട്ടൻ എനിക്കിട്ട് ഇത്രയും കാലം പണി തരുമായിരുന്നല്ലേ? കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം എടുപ്പിക്കുന്ന പാരമ്പര്യം ഈ രമ്യക്കുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഋതികയെ അങ്കിൾ എനിക്ക് വിവാഹം കഴിച്ച് നൽകിയാൽ ഞാൻ എന്റെ അച്ഛനെയും അമ്മയെ നോക്കുന്ന പോലെ പൊന്നുപോലെ ഋതികയെ നോക്കിക്കൊള്ളാം. അച്ഛൻ ആ ചെക്കന് വിവാഹത്തിന് ക്ഷണിക്കാതിരുന്നെങ്കിൽ ഈ പുതിയ തലവേദന ഉണ്ടാവില്ലായിരുന്നു. അച്ഛനെയും കുറ്റം പറയാനാവില്ല. അച്ഛൻ ഓർത്തു കാണൂ, അവര്
ഇങ്ങനൊരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുമെന്ന്. അച്ഛൻ അത്രയും വേണ്ടപ്പെട്ട ആളല്ലേ സാഗരജൻ അങ്കിള്. അപ്പോ അങ്കിള് പെട്ടെന്ന് അങ്ങനെ രോഹന് വേണ്ടി എന്നെ പെണ്ണ് ചോദിച്ചപ്പോ അച്ഛനും മറുത്തു പറയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ആ ചെക്കനോട് ഞാൻ വെറുതെ സംസാരിച്ചു. സംസാരിക്കേണ്ടിയിരുന്നില്ല. ഞാൻ ഓർത്തോ ഇങ്ങനെയൊക്കെ ആവൂന്ന്. ദീപക്കുമായിട്ടുള്ള വിവാഹം മുടങ്ങിക്കഴിഞ്ഞ് എല്ലാ കുഴപ്പങ്ങളും അവസാനിക്കും. പിന്നെ സ്വസ്ഥായിട്ട് രാജുവിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാന്ന് ഓർത്തിരുന്നപ്പോഴാ പുതിയ പുലിവാല് പൊട്ടി മുളച്ചത്. ഋതുമോളെ, മോളെന്താ തനിയെ സംസാരിക്കുന്നേ? ചെറിയമേ, ഞാൻ എന്ത് പറയാനാ? ഞാൻ വീണ്ടും വലിയൊരു പ്രശ്നത്തിലായി എന്ന് പറഞ്ഞാ മതിയല്ലോ. മോളെന്തിനാ റോഹന്റെ കാര്യത്തിൽ ഇത്ര ടെൻഷൻ ആവുന്നേ? നമുക്ക് മോളുടെ താല്പര്യം എന്താണെന്ന് ആ പയ്യനെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇന്നത്തെ കാലത്തെ പിള്ളേർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നേ. മോളെ കണ്ടപ്പോ ആ പയ്യൻ ഇഷ്ടായി. മോളുടെ വിവാഹം മുടങ്ങിയെന്ന് കണ്ടപ്പോ അവൻ അവന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. മോളെ വിവാഹം കഴിക്കാന്നും പറഞ്ഞു. മോൾ ആ പയ്യനോട് മോളുടെ മനസ്സിലെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ആ റോഹന് കാര്യങ്ങൾ മനസ്സിലാവും. മനസ്സിലാകുമായിരിക്കും അല്ലേ ചെറിയമേ? മോൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? വിവാഹം മുടങ്ങിയ സാഹചര്യത്തില് പ്രതാപേട്ടനും ഇത്തിരി കൺഫ്യൂഷനിലായിരിക്കും. ആ കൺഫ്യൂഷനൊക്കെ മാറുമ്പോ ചേട്ടനോട് മോളൊന്ന് സംസാരിച്ചാ മതി. മോള് പറഞ്ഞ പോലെ കുറച്ചു നാളുകൂടി വീട്ടിൽ നിന്നിട്ട് മതി വിവാഹം എന്ന് പറയേ. ആ, അല്ലെങ്കിൽ മുന്നോട്ട് പഠിക്കണമെന്ന് പറയേ. ഞാൻ അങ്ങനെ സംസാരിച്ച് നോക്കാൻ ചെറിയമേ. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ പ്രശ്നം. അതിനാണോ മോൾ ഇത്രയും ടെൻഷനായേ? മോളെ, മോളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമായിരുന്നു പ്രതാപേട്ടൻ മോളോട് കാണിച്ചിരുന്ന അവഗണന. അതിപ്പോ മാറി. ചേട്ടൻ മോളെ കുറിച്ച് ചിന്തിക്കാനും മോളെ സ്നേഹിക്കാനും പരിചരിക്കാനും തുടങ്ങി. മോളുടെ കാര്യത്തില് ചിലപ്പോ പ്രതാപേട്ടൻ വേഗത്തിൽ തീരുമാനങ്ങളൊക്കെ എടുത്തേക്കാം. പക്ഷേ മോൾ അതിനോടൊന്നും ഇപ്പൊ പ്രതികരിക്കാൻ നിൽക്കരുത്. കുറച്ച് സമയമെടുത്ത് മോൾക്ക് പറയാനുള്ളത് ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്ക്. ശരി ചെറിയമേ. എല്ലാം ശരിയാവും. മോളുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ദൈവം കേൾക്കാതിരിക്കില്ല. ആ പിന്നെ അമ്പി ചേച്ചിയും ദീപക്കും ഇങ്ങോട്ട് വന്നിരുന്നു? ഇല്ല ചെറിയമേ. എല്ലാം കൊണ്ട് അവർക്ക് നന്നായിട്ട് നൊന്നിട്ടുണ്ട്. അതിന്റെ ദേഷ്യം ചിലപ്പോ അവര് മോളോടും എന്നോടും കാണിക്കാൻ സാധ്യതയുണ്ട്. അകലേ നോവിനാലേ